പക്ഷെ സാറ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ നോൺ എക്സിസ്റ്റൻസ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഏതാ ഈ നോൺ എക്സിസ്റ്റൻസ് എന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി പറയണ സ്റ്റേറ്റ്, സോ അത് പെർസീവ് ചെയ്യാനുള്ള ലിമിറ്റേഷൻ ആണോ ഇപ്പോൾ ഒരു 4000 AD ആ ഒരു ടൈമിലേക്ക് ആകുമ്പോഴേക്കും മാത്രം അതൊരു ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞത്? അല്ല, പെർസീവ് ചെയ്യാനുള്ള ലിമിറ്റേഷൻ എന്നുള്ളത് ക്വാളിറ്റേറ്റീവ്ലി അത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ പറഞ്ഞ അതുണ്ട് എന്ന് പറയുന്നതുണ്ടല്ലോ, ഇതൊന്നും അല്ലാത്തതൊന്നുണ്ട്. ഞാൻ അത് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, നാം അത് എന്ന് വിളിച്ചുകൊണ്ടിരുന്നതിലുള്ള പൂർണ്ണമായ ബോധം, അതിലുള്ള സത്യാവസ്ഥയെ സംബന്ധിക്കുന്ന നമ്മളെ തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ മാത്രമേ അതിനെ എറിഞ്ഞുടയ്ക്കാൻ പറ്റുള്ളൂ. So long as you are preconditioned with the self, self is yet a dream. When you have self in your hand, you can throw it away and break it and reach emptiness. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ, ആ ഞാനിനെ കിട്ടിയിട്ടില്ല. ആ ഞാനിനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനിനെ ഉപേക്ഷിച്ചുകൊണ്ട് ശൂന്യതയിലേക്ക് പോകാനൊക്കുള്ളൂ. അതിന് കാലമെടുക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണല്ലോ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വേദാന്തം ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ആരാധനയിലും വിധേയത്വത്തിലും അതീശത്വത്തിലും ഒക്കെ മുഴുകി നിൽക്കുന്ന ഒരു കൾച്ചറല്ലേ നമ്മുടേത്, ശരിയല്ലേ? ഇഫ് സംബഡി സ്പീക്സ് ട്രൂത്ത്, യു വിൽ സ്റ്റാർട്ട് ടു അഡ്മയർ ഹിം, ബിക്കോസ് ഓൺലി അഡ്മിറേഷൻ ഈസ് നോൺ ടു യു. ആദരിക്കാനും ആരാധിക്കാനും മാത്രമേ അറിയാവുള്ളൂ. ആൻഡ് യു ഡോണ്ട് റിയലൈസ് ദാറ്റ് ദ സെയിം എക്സിസ്റ്റൻസ് ഇസ് ഇൻ മീ ഓൾസോ എന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല. ആ ബോധം തന്നെയാണ് എന്നെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? ആ എക്സ്റ്റേണൽ പാർട്ടിയിൽ നമ്മളങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷനുണ്ട്. അതിന് പ്രപഞ്ചം അനുവദിക്കില്ല. ആ ക്ലസ്റ്ററുകൾ ഉണ്ടാവാനേ അനുവദിക്കില്ല. ആ ക്ലസ്റ്റർ ഉണ്ടായി ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ ക്ലട്ടേഴ്സ് ഉണ്ടാക്കി അതിനെ പിരിച്ചുകൊണ്ടിരിക്കും. പ്രപഞ്ചത്തിൻ്റെ ധർമ്മം അതാണ്. സോ എവരി യുണൈറ്റഡ് സെറ്റപ്പുകൾ, അത് റിലിജിയൻ ആവാം, എന്തായിരുന്നാലും പിരിഞ്ഞു പോയേക്കും. ഇതാണ് ബുദ്ധൻ അവസാനം ആനന്ദനോട് പറഞ്ഞത്, എല്ലാ യൗകികമായ വസ്തുക്കൾക്കും ജീർണതയുണ്ട് എന്ന് പറഞ്ഞത്. അത് സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ആനന്ദനും ബുദ്ധമതത്തിലുള്ള എല്ലാ അനുയായികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഈവൻ ദ വെരി റിലിജിയൻ ഹാസ് ഇറ്റ്സ് ഇൻഹെറൻറ്റ് ഡീകേ, ഇറ്റ് ഈസ് ഓൾസോ എ കമ്പോണൻറ്റ് തിങ്. യൗകിക വസ്തുവാണ്, ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവാണ്. അതും ചിന്ന ഭിന്നമായേ പൊക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചിന്ന ഭിന്നമാവാനുള്ളത് കൊണ്ട്, അത് ചിന്ന ഭിന്നമായിക്കോളും എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് മാത്രമേ നമുക്ക് ആ ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാനാവുള്ളൂ. അതിന് മുമ്പ് ബുദ്ധൻ, ഓഷോ പറയുന്ന പോലെ, ഗൗതമ ബുദ്ധൻ നേരത്തെ വന്നു അബദ്ധമായിപ്പോയി അദ്ദേഹം പറയുന്നത്. നേരത്തെ വന്ന് ഈ സമയമാവുന്നതിന് സൈക്കി ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഡെവലപ്പ് ചെയ്യാത്ത സൈക്കിയുടെ മുമ്പ് അവതരിപ്പിച്ചിട്ടൊരു കാര്യമില്ല. നാച്ചുറലി ബുദ്ധൻ്റെ ശാസ്ത്രങ്ങളും പഠിച്ചുകൊണ്ട് ബുദ്ധൻ്റെ പ്രതിമ തന്നെ വെച്ച് അലങ്കാരം തുടങ്ങി, പൂജയും മണിയടിയും തുടങ്ങി. സിമ്പിൾ, സ്വാഭാവികം. കാരണം നമുക്കിപ്പോൾ ആദരിക്കാനേ അറിയാവുള്ളൂ. ഇപ്പം 2-3 ദിവസമായിട്ട് മാധ്യമങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിത്വത്തിനെ നമ്മൾ താമസിയാതെ ആരാധിച്ചു തുടങ്ങും. അങ്ങോട്ട് ബസ്സുകൾ ഓട്ടിച്ചു തുടങ്ങും, അവിടെ പോയി പിന്നെ പ്രത്യേകിച്ച് സമയത്ത് ആരാധനയും എല്ലാം തുടങ്ങും. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വീണാൽ മതി, ശരിയല്ലേ? അതുകൊണ്ട് കാലതാമസം എടുക്കുന്നത് നമ്മൾ ഈ കൾച്ചറിൽ നിന്ന് മുകളിലോട്ട് കയറാനാണ്. അത് നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നതല്ല. കാരണം ഞാനിപ്പോൾ ജനിച്ചിരിക്കുന്നു, ഒരു ആരാധനാ സമ്പ്രദായത്തിൻ്റെ ഒരു ജീൻ എൻ്റെ തലയ്ക്കകത്തില്ലേ. ഇനി എൻ്റെയിൽ നിന്ന് എത്രയോ തലമുറകൾ കഴിയുമ്പോഴാണ് ഈ ആരാധനയിൽ നിന്ന് മാറി യഥാർത്ഥത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാനസികമായിരിക്കുന്ന ഒരു സംശുദ്ധി ഒരു തലമുറയിൽ ഉണ്ടാവാൻ പോകുന്നത്. ശരിയാണോ അല്ലേ? അതുവരെ എൻ്റെ ജീനുകളിങ്ങനെ കണ്ടിന്യൂ ചെയ്യില്ലേ? ശരിയല്ലേ? അപ്പോൾ ഞാനീ പറയുന്നത് ഉണ്ടായി വരുന്നതിന്, ഈ ബോധം ക്ലിയറായി വരുന്നതിന് ബയോളജിക്കലായിട്ട് പോലും സാധ്യതയുണ്ടെന്നും അതൊരു കാലത്ത് സംഭവിക്കുന്നതുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. എ സ്റ്റേറ്റ് വിൽ കം വെൻ എവരിബഡി ഈസ് എൻലൈറ്റൻഡ്. ഈച്ച് ആൻഡ് എവരി വൺ ഈസ് എൻലൈറ്റൻഡ്. എ ചൈൽഡ് ഈസ് ഓൾസോ എൻലൈറ്റൻഡ് ബീയിങ്.
എൻലൈറ്റൻഡ് ചിൽഡ്രൻ, എൻലൈറ്റൻഡ് ഗ്രാൻഡ് ഫാദേഴ്സ്, അങ്ങനെ മൊത്തം എൻലൈറ്റൻഡ് ആയിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് മൊത്തം ആൾക്കാർ വളരെ മനോഹരമായിരിക്കുന്നത്. അതിനെയാണ് ഈ വാസ്തവത്തിൽ കാർൽ മാർക്സ് പറഞ്ഞത് ദ സ്റ്റേറ്റ് വിൽ വിതർ അവേ. ഭരണകൂടം പൊഴിഞ്ഞു വീഴുകയും സ്വയം ഉൽപ്പാദിപ്പിക്കുകയും സ്വയം അറിഞ്ഞുകൊണ്ട് വിതരണം ചെയ്യുകയും സ്വയം എല്ലാം കഴിക്കുകയും ചെയ്യുന്ന ഒരു വളരെ മനോഹരമായിരിക്കുന്ന സ്റ്റേറ്റിലേക്ക് അദ്ദേഹം വിഭാവന ചെയ്തത് വേറൊന്നുമല്ല, ഇത് തന്നെ. ഈ സമയത്ത് അതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാവും. അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഞാൻ നോക്കാൻ പോകില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പരിമിതികൾ അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ, ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, അദ്ദേഹം ചാട്ടവാറുമായിട്ട് എൻ്റെ മുമ്പ് നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോകില്ല. അദ്ദേഹത്തിന് ചാട്ടവാറാണ് ഇഷ്ടം, അദ്ദേഹത്തിന് അതിനാണ് അധ്വാനം. ആ ചാട്ടവാറ് വെച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാട്ടവാറ് വെച്ചുകൊണ്ട് അദ്ദേഹം ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല. അങ്ങനെ സ്വയം ഉൽപ്പാദിപ്പിക്കുകയും സ്വയം വിതരണം ചെയ്യുകയും സ്വയം ഉപഭോഗത്തിലൂടെ പോവുകയും ചെയ്യുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് വരും, ഒരു അവസ്ഥയിലേക്ക് വരും. ഇതിനൊക്കെ കാർൽ മാർക്സ് സ്റ്റേറ്റിൻ്റെ ഒരു സ്റ്റേറ്റ് ഐഡിയൽ കമ്മ്യൂണിസം എന്നും മറ്റൊരു ജീവായിരിക്കുന്ന യേശുക്രിസ്തു സ്വർഗരാജ്യം എന്നും വിളിച്ചു. ഒരേ സാധനം തന്നെ, വെരി സെയിം തിങ്. നമുക്ക് പ്രത്യേകിച്ച് പേരിടണ്ട, ആവശ്യത്തിലധികം പേരുകളായതുകൊണ്ട് അതിന് നമ്മൾ പ്രത്യേകിച്ച് പേരിടുന്നില്ല. സാറപ്പോൾ ഈ പറഞ്ഞതിൽ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ജനറ്റിക്കലി നമ്മുടെ ഒരു ആരാധന സമ്പ്രദായം കാര്യങ്ങളുടെയൊക്കെ ഇംപ്രിൻസ് നമ്മുടെ കയ്യിലുണ്ട്. സോ അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ആ ഒരു ദേവതാ മണ്ഡലം ഇതെല്ലാം വാനിഷ് ആവുന്ന ഒരു പോയിന്റിലാണോ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെർസീവ് ചെയ്യാൻ പറ്റും? നോട്ട് അറ്റ് ഓൾ, അങ്ങനെയല്ല. കാരണം അപ്പോൾ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഞാനും സുധിനും ഈ കാണുന്ന ആൾക്കാരും ഒക്കെ തന്നെ വേറെ രൂപത്തിൽ എവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അതുപോലെ ഈ പറഞ്ഞ സുധിൻ പറഞ്ഞ ദേവതാ മണ്ഡലങ്ങളും ആൾക്കാരും ഒക്കെ അപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഫിസിക്കൽ പ്ലെയിൻ എന്നുള്ള രീതിയിലാണോ അതോ ഏസ്ട്രൽ പ്ലെയിൻ എന്നുള്ള രീതിയിൽ? അപ്പം ഫിസിക്കൽ പ്ലെയിൻ ഇല്ലാതാവുന്നില്ല, ഏസ്ട്രൽ പ്ലെയിൻ ഇല്ലാതാവുന്നില്ല, കോസൽ പ്ലെയിൻ മാത്രമായിട്ട് അവശേഷിക്കുന്നുമില്ല, ഇതെല്ലാം ഉണ്ട്. ആ സമയത്ത് ഫിസിക്കൽ പ്ലെയിനിലും കോസൽ പ്ലെയിനിലുള്ള പോലത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നു. ഒരു തുര്യാവസ്ഥയിലുള്ള ജാഗ്രത അവസ്ഥ എന്ന് പറയുന്ന പോലെ, ഒരു തുര്യാതീതാവസ്ഥ എന്ന് പറയുന്ന പോലെ തുര്യം അനുഭവിക്കുന്നു, ജാഗ്രതയിൽ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡേറ്റോടൊരു ഇപ്പോഴുള്ള പോലെ ഒരു ആരാധന വിധേയത്വം എന്നുള്ളൊരു മനോഭാവം അല്ലല്ലോ ആവുക, നമ്മൾ ഈക്വൽ എന്നുള്ളൊരു സ്റ്റേറ്റ് അല്ലേ? ദാറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നമ്മളൊരു ഉപാസനയുടേതായ ഉപാസന എന്ന് പറഞ്ഞാൽ പിറകെ അടുത്ത് പിടിച്ച് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫോളോയിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വിധേയത്വം തന്നെയാണ്. അതല്ല, നമുക്ക് തോളിൽ കൂടെ കൈയിട്ട് നടക്കാവുന്ന ഒരു ബന്ധമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ബന്ധത്തിൽ നമ്മൾ പരസ്പരമായിരിക്കുന്നൊരു ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് വിധേയത്വമില്ല. ദാറ്റ് ഡിഫേഴ്സ്. അതുകൊണ്ടാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്, ഗുരുവിനോടുള്ള ഭക്തി ഏറ്റവും ഉദാത്തമായി വരുന്നത് ഗുരുവിനെ ഇന്നിപ്പോൾ സഞ്ജയൻ വൈകുന്നേരം സംസാരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, പർപ്പസുകൾക്ക് വേണ്ടി ആരെങ്കിലും എടുത്താൽ ആ പർപ്പസ് കഴിയുമ്പോൾ അവർക്ക് പോകേണ്ടി വരും എന്ന് പറയുണ്ടായി. വളരെ ശരിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരിയാണ്, നമ്മളത് ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ ആ പർപ്പസ് അവരെ മാറ്റിക്കോളും. ഒരു പർപ്പസിന് വേണ്ടിയല്ലേ വന്നത്, ആ പർപ്പസ് സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ ആ പർപ്പസ് അവരെ മാറ്റിക്കൊണ്ടങ്ങ് പോയിക്കോളും. സോ നാച്ചുറലായിട്ട് നമ്മൾ പോകാൻ കാര്യമില്ല, നമ്മൾ ജഡ്ജ് ചെയ്യുക വേണ്ട എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഈ പർപ്പസിനൊന്നും ഇല്ലാതെ എനിക്ക് എൻ്റെ ഗുരു എന്ന് എപ്പോഴാണോ തോന്നുന്നത് അതിനെയാണ് ഗുരുഭക്തി എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് എ റിയൽ ഡിവോഷൻ. ബിക്കോസ് ദർ ഇസ് നോ റീസൺ, നോ സീസൺ, നോ ബർത്ത്, നോ ഡെത്ത്. അപ്പോഴാണ് ശരിയായിട്ടുള്ള ഭക്തിയുണ്ട്. മറ്റേതൊക്കെ നമ്മുടെ ആ ഫലപൂരണങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടേതായ ചില ശ്രമങ്ങളാണ്. അതിനൊന്നും വലിയ വിലയൊന്നുമില്ല, അതിന് പ്രകൃതി ഒരു വിലയും കൊടുക്കുന്നില്ല. ജീവസന്ധാരണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രകൃതി സഹജമായി മനുഷ്യരെല്ലാം എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നത് പോലെ ഒരുവൻ ഭക്തിയുടേതായ ഒരു രൂപത്തിലും ഉപാസനയിലൂടെയും കാര്യങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കവിഞ്ഞ വ്യത്യാസമൊന്നുമില്ല. അത് തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. ശ്രേഷ്ഠതയുണ്ടോ? ഒന്നുമില്ല, ഒരു ശ്രേഷ്ഠതയില്ല. ഒരുവൻ്റെ കർമ്മഫലമായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് അടുക്കുകയും
ആ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിക്കുകയും അവൻ്റെ ഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചിന്ത, ഈ പറഞ്ഞ പോലുള്ള ഒരു പൂരിപ്പിക്കാനുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്വാർത്ഥതയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവനവിടെ അടുത്ത് വന്നിരിക്കുന്നത് അവൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. ആ കർമ്മം ഉള്ളതുകൊണ്ടാണ് അവനവിടെ നിൽക്കുന്നത്. ആ നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവൻ്റെ ശ്രദ്ധയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ അവിടെ നിന്നോളും. അവൻ്റെ പരിശ്രമമൊന്നും അവിടെ ആവശ്യമില്ല. അപ്പോൾ അതിൽ സാധനയൊന്നുമില്ല. നിൽക്കാൻ സാധിക്കാതിരിക്കുകയും എന്നാൽ എൻ്റെ ശ്രമം കൊണ്ട് ഞാൻ നിൽക്കുകയും ചെയ്യുക, അവിടെയാണ് സാധനയുള്ളത്. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പിന്നെ എന്തിനാ താൻ നിൽക്കുന്നത്? നിൽക്കുന്ന ഒരു സുഖം. ഫോളോയിങ് ഈസ് ബ്യൂട്ടിഫുൾ വെൻ യു ഡോണ്ട് ഹാവ് എനി ഡൗട്ട് അബൌട്ട് ദ മാസ്റ്റർ. എന്നാൽ ഇതും മറ്റേ കുതിരയും കൊണ്ട് നടക്കുന്ന പട്ടിയുടെ ഇതിനകത്ത് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കൂ. പട്ടി കുതിരയും കൊണ്ട് പോകുന്ന ഒരു പടം നമ്മൾ കണ്ടിട്ടില്ലേ? ഹിന്ദിക്കെടുത്ത് മലയാളത്തിൽ ഇട്ട് ഇതെത്ര എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ഇതാണ്. ആ ഫോളോയിങ്ങിന് വേണ്ടിയുള്ളൊരു സുഖമുണ്ട്, അതിനാണ് ഫോളോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പട്ടി ആ കടിഞ്ഞാണി പിടിച്ചുകൊണ്ട് പോവുകയാണ്. കുതിരയ്ക്ക് പട്ടിയുടെ ഒന്നും ആവശ്യമില്ല. കുതിരയ്ക്ക് ഒരു ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പട്ടിക്കുട്ടി തീരും. പക്ഷേ ആ ബ്യൂട്ടി ഉണ്ടല്ലോ, അതാണ്. അതേ ഒരു മനോഭാവത്തിൽ ഇപ്പം ആരെങ്കിലും ഒരു ദേവതേനെയാണ് അങ്ങനെ കാണണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ രാമകൃഷ്ണദേവനൊക്കെ കണ്ട പോലെ പർപ്പസ് ഒന്നുമില്ല, ഔട്ട് ഓഫ് ലവ് ആണ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു മാസ്റ്ററിൻ്റെ ഒപ്പം നിൽക്കുന്ന ട്രാൻസ്ഫർമേഷൻ തന്നെയാണോ അവിടെയും ഉണ്ടാവുക? അത് ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് വ്യത്യാസം വന്നിരിക്കുന്നതാണല്ലോ. കാരണം ഈ ഒരു ഗുരുവിനെ അനുസരിക്കാനോ ഗുരുവിൻ്റെ കൂടെ നിൽക്കാനോ സാഹസികത ആവശ്യമാണ്. ഒരു ദേവതയെ അനുസരിക്കാനോ ദേവതയുടെ കൂടെ നിൽക്കാനോ സാഹസികതയൊന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ മനസ്സിൻ്റെ യത് ഭാവം തത്ഭവതി എന്ന് പറയും. എൻ്റെ ഭാവത്തിനനുസരിച്ചാണ് ആ ദേവതയെ നമ്മൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ആരാധിക്കുന്ന ഒരു കാളിയും ഷഹര ആരാധിക്കുന്ന കാളിയും ഷെഫീഖ് ആരാധിക്കാൻ പോകുന്ന കാളിയും അല്ലെങ്കിൽ സുധീന ആരാധിക്കുന്ന കാളിയും നാല് കാളികളാണ്. നമ്മുടെ പാരാമീറ്റേഴ്സ് തീരുമാനിക്കുന്നത്, നമ്മുടെ ആട്രിബ്യൂട്ടാണ് അവിടെ പറയുക. അല്ലാതെ വേറൊരാൾ പറയുന്നത് കാളി ഇങ്ങനെയൊന്നുമല്ല, കാളി ഇങ്ങനെയാണ്, ഓവേ എൻ്റെ കാളി ഇങ്ങനെയാണ് എന്ന് പറയും. ഗാന്ധിജിയുടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, പിന്നെ ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, അത് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ദൈവമുണ്ട്. ഈ വിഷ്ണു എന്ന് പറയുന്നത് തന്നെ, ഇവിടെ ഇപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എത്രയും പേരെ ആലോചിക്കുന്ന വിഷ്ണു ഓരോ വിഷ്ണു. ഓരോ മനുഷ്യൻ്റെ ആട്രിബ്യൂട്ട് അനുസരിച്ച് ദേവതയുടെ സങ്കല്പം മാറുന്നു എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എൻ്റെ ചോദിക്കരുത് കേട്ടോ, തെളിവ് ചോദിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ ആ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സുധീൻ പറയുന്ന പോലെ ദേവതാ സങ്കല്പത്തിനകത്ത് ദർ ഇസ് എ പോസിബിലിറ്റി ടു അഡാപ്റ്റ് ടു യുവർ ഓൺ ഇൻട്രസ്റ്റ്. സ്ഥാപിത താല്പര്യം ഉണ്ടാക്കി ഒരു സേഫ് സോൺ ഉണ്ടാക്കി അതിനകത്ത് കയറാം. ഗുരു ഈസ് ഡിഫറൻറ്റ്. ഗുരു വിൽ ആക്ട് ആസ് ഹി ഈസ്. നമ്മളൊരു സങ്കല്പം ഉണ്ടാക്കാൻ പോക്കിയാൽ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ഗുരു നേരെ തിരിച്ചായിരിക്കും പെരുമാറുന്നത്. ഒരു സാത്വികനാണെന്ന് ഗുരു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാത്വികനല്ലാത്തൊരു സ്വഭാവത്തിൽ ഗുരു പെരുമാറും. ഇയാൾ ശരിയല്ല എന്ന് പറയുവാണെങ്കിൽ സാത്വികനായിട്ട് പെരുമാറും. അതുകൊണ്ട് ഗുരുവായിട്ടുള്ള ബന്ധം വളരെ സാഹസികമാണ്.